തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അമ്മ ശ്രീതു, ജോത്സ്യൻ ദേവിദാസൻ എന്നിവരെ ഇന്നും ചോദ്യം ചെയ്യും. പ്രതിയായ ഹരികുമാറിന് വേണ്ടി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. തിരുവനന്തപുരത്ത് നിന്നും ഹാൻസ് ജോണാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഹാൻസ്, ഇനി ഈ കുറ്റകൃത്യത്തിൽ ഹരികുമാർ മാത്രമല്ല മറ്റാരെങ്കിലും പങ്കാളികളാണോ എന്നുള്ള നിർണായക കാര്യമാണ് പോലീസിന് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അതിനുള്ള അന്വേഷണം, ചോദ്യം ചെയ്യൽ, അത്തരം നടപടികളിലല്ലേ പോലീസ് ഇപ്പോൾ കൂടുതൽ ഊർജിതമായിരിക്കുന്നത്? തീർച്ചയായും സ്വാതി, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വളരെ ഒരു നിഗൂഢത നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ പോലീസിന് ഇപ്പോഴും എങ്ങും എത്താൻ കഴിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പ്രതിയായ ഹരികുമാർ കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിലും, കുട്ടിയെ കൊലപാതകം ചെയ്തതായി കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ഇയാളുടെ മൊഴിയിൽ നല്ല രീതിയിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് ഇത്തരത്തിൽ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കിണറ്റിലായിരുന്നു 2.5 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇതിനെ തുടർന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലും പ്രതിയായ ഹരികുമാറിനെയും അതിനോടൊപ്പം തന്നെ അമ്മ ശ്രീതു, ഈ പറയുന്ന പോലെ ശംഖുമുഖം ദേവിദാസൻ എന്ന ജോത്സ്യൻ, മറ്റ് കുടുംബാംഗങ്ങൾ എന്നിവരെല്ലാം ചോദ്യം ചെയ്തിട്ടും വ്യക്തമായ ഒരു നിഗമനത്തിലേക്ക് പോലീസിന് ഇതുവരെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പോലീസിനെ കുഴപ്പിക്കുന്നത് ഈ ഹരികുമാർ എന്ന പ്രതി, കുറ്റം സംബന്ധിച്ച ഹരികുമാർ നൽകുന്ന മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ തന്നെയാണ്. ഇദ്ദേഹം പലപ്പോഴും പല രീതിയിലുള്ള മൊഴികളും കാര്യങ്ങളുമാണ് പോലീസിനോട് വ്യക്തമാക്കുന്നത്. ഇന്നലെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇതിലുണ്ടായിരുന്നത് സഹോദരിയോടുള്ള കടുത്ത വിരോധമാണ് കുട്ടിയെ കൊലപാതകം ചെയ്യാനുള്ള കാരണമെന്ന് ഹരികുമാർ വെളിപ്പെടുത്തിയിരുന്നു. ഇതിനോടൊപ്പം തന്നെ പരസ്ത്രീ ബന്ധം വിലക്കിയതും കുഞ്ഞിൻ്റെ കരച്ചിലടക്കമുള്ള കാര്യങ്ങൾ അരോചകമായി തോന്നിയതുമാണ് കുട്ടിയെ കൊലപാതകം ചെയ്യാനുള്ള കാരണം എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ഇയാൾ നൽകുന്ന മറ്റൊരു വിവരം, കൊല ചെയ്യാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കൊല ചെയ്യാൻ തോന്നിയപ്പോൾ ചെയ്തു എന്ന രീതിയിലും പോലീസിന് മൊഴി നൽകിയതായി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും പോലീസ് നമ്മളോട് വ്യക്തമാക്കുന്നതും ഇദ്ദേഹത്തിൻ്റെ മാനസിക നിലയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ്. ഇത് തന്നെയാണ് പോലീസിനെ അലട്ടുന്നതും ഹരികുമാറിൻ്റെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ. ഇതിനോടൊപ്പം തന്നെ ഇന്നലെ രാത്രി ഏറെ വൈകിയും അമ്മയായ ശ്രീതുവിനെ SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം പൂജപ്പുര വനിതാ മന്ദിരത്തിലെത്തി ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ നിന്നും കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ന് രാവിലെയും വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്നത്. ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചായിരിക്കും അമ്മയെ വിശദമായി ചോദ്യം ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ ശംഖുമുഖം ദേവിദാസൻ എന്ന ജോത്സ്യനെയും പോലീസ് ഇന്ന് ചോദ്യം ചെയ്യും. കാരണം നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ ഈ അമ്മ ശ്രീതുവും ശംഖുമുഖം ദേവിദാസനും തമ്മിൽ പണമിടപാടുകൾ നടന്നിരുന്നു. 36 ലക്ഷം രൂപയോളം തുക ഈ അമ്മയായ ശ്രീതു ദേവിദാസന് നൽകിയെന്ന് പറയുന്നു. ഇതിൽ ചൂണ്ടിക്കാണിച്ച് അവർ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ ഈ പരാതിയിന്മേൽ ദേവിദാസനെ ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരാനുണ്ട്. അത് ഇവരെ ചോദ്യം ചെയ്ത് കൂടുതൽ മൊഴി രേഖപ്പെടുത്തുകയും തെളിവെടുപ്പ് നടത്തുന്നതിൻ്റെ ഭാഗമായി മാത്രമേ കേസിലുള്ള ദുരൂഹതകൾ മാറ്റാൻ കഴിയുകയുള്ളൂ. ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ 14 ദിവസം റിമാൻഡ് ചെയ്തിട്ടുള്ള പ്രതിയായ ഹരികുമാറിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ നൽകാനും സാധ്യതയുണ്ട്. ഇന്ന് ശനിയാഴ്ചയാണ്. പക്ഷേ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുന്നതിലോ അല്ലെങ്കിൽ തിങ്കളാഴ്ച നൽകണമോ എന്നൊരു കാര്യത്തിൽ പോലീസ് തീരുമാനം എടുത്തിട്ടില്ല. ഇന്ന് രാവിലെ അതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ തീരുമാനത്തിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയില്ലെങ്കിൽ തിങ്കളാഴ്ച അപേക്ഷ നൽകാനാണ് സാധ്യത. ഇന്ന് അപേക്ഷ നൽകിയാലും പ്രതിയെ വിട്ടുകിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നാളെ ഞായറാഴ്ചയാണ്. ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയാൽ തന്നെ തിങ്കളാഴ്ച പ്രതിയെ വിട്ട് കിട്ടാനുള്ള സാധ്യതയായിരിക്കും കൂടുതൽ. ഇതിനോടൊപ്പം തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇന്ന് പ്രതിയെ പോലീസിന് ചോദ്യം ചെയ്യാൻ വിട്ടുകിട്ടുകയാണെങ്കിൽ തന്നെ ഇവരെ 3 പേരെയും നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അമ്മയായ ശ്രീതുവും അമ്മാവനായ ഹരികുമാറിനെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കാരണം ഇവർക്ക് 2 പേർക്കും ഈ കേസിൽ പങ്കുണ്ടോ എന്ന് പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. ഇത് പ്രധാനമായും ശ്രീതുവിൻ്റെ ഭർത്താവും കുട്ടിയുടെ അച്ഛനുമായ ശ്രീജിത്ത് നൽകിയ പരാതിയിലാണ്. ശ്രീജിത്ത് ഈ സംഭവം നടന്ന സമയം തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് അമ്മ ശ്രീതുവിന് പങ്കുണ്ടോ, അല്ലെങ്കിൽ ഉള്ള അമ്മയുടെ പങ്ക് അന്വേഷിക്കണമെന്ന്. അതിനാൽ തന്നെ വളരെയധികം ദുരൂഹതകൾ ഈ കേസിൽ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയപ്പോഴും കാര്യമായ തെളിവുകളൊന്നും ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതിൽ പ്രധാനമായും ഈ കേസിൽ പ്രതി ഹരികുമാർ കൊലപാതകം കുറ്റസമ്മതം നടത്തുന്നുണ്ടെങ്കിലും ഇത് എങ്ങനെ നടത്തി, എന്തിനു വേണ്ടി നടത്തി എന്നുള്ള ചോദ്യങ്ങൾക്ക് പോലീസിന് ഇപ്പോഴും ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലുകളിൽ മാത്രമേ ഈ ഒരു കേസിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. സ്വാതി, അത് തന്നെയാണ് ഹാൻസ്. ഈ കേസിൽ ഇനിയും കൂടുതൽ വ്യക്തത വരാനുണ്ട്. അതിനായിട്ട് കൂടുതൽ ചോദ്യം ചെയ്യൽ, ഊർജിതമായ നടപടികളിലേക്ക് തന്നെയാണ് പോലീസ് ഇന്നും കടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.